വിവിധ ആവശ്യങ്ങൾക്കായി തദ്ദേശ സ്ഥാപനങ്ങളിലെത്തുന്ന അപേക്ഷകരെ വലയ്ക്കുന്ന ജീവനക്കാർക്കെതിരെ ഇനി മുന്നറിയിപ്പില്ലാതെ നടപടി വരും. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ജീവനക്കാർക്ക് പ്രിൻസിപ്പൽ ഡയറക്ടർ MG രാജമാണിക്യം ഇത് സംബന്ധിച്ച് അന്ത്യശാസനം കൊടുത്തിട്ടുണ്ട്. വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലകളിലെ ആഭ്യന്തര വിജിലൻസ് ഓഫീസർമാരെ ചുമതലപ്പെടുത്തി. 24 എക്സ്ക്ലൂസീവ്. ജനനമരണ സർട്ടിഫിക്കറ്റ് മുതൽ വിവിധ ആവശ്യങ്ങൾക്കുള്ള ലൈസൻസിനു വരെ പൊതുജനങ്ങൾ ആശ്രയിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളെയാണ്. സംസ്ഥാനത്തുടനീളമുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ ഫയലുകൾ അനാവശ്യമായി പിടിച്ചുവെച്ച് ജനങ്ങളെ വലയ്ക്കുന്നതായി കണ്ടെത്തിയിരുന്നു. ഇക്കഴിഞ്ഞ മെയ്യിൽ നടത്തിയ വിജിലൻസ് പരിശോധനയിൽ നടപടിയെടുക്കാതെ കെട്ടിവെച്ചിരിക്കുന്ന 1094 ഫയലുകൾ കണ്ടെത്തി. കെട്ടിട നികുതിക്ക് രസീത് തയ്യാറാക്കിയ ശേഷം കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്താതെ മാറ്റിവെക്കൽ, പണം വാങ്ങി കെട്ടിടങ്ങൾ പ്രവർത്തിക്കാൻ അനുമതി നൽകൽ, മുൻഗണന മറികടന്ന് പെർമിറ്റ് നൽകൽ തുടങ്ങി അഴിമതി വഴികളുടെ നീണ്ട ഘോഷയാത്ര. അപേക്ഷകൾ ശരിയായി പരിശോധിക്കാതെയും പോരായ്മയുണ്ടെങ്കിൽ യഥാസമയം അറിയിക്കാതെയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതായി പോലീസ് വിജിലൻസ് കണ്ടെത്തി. ഇനി ഇത്തരം സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഉദ്യോഗസ്ഥർ ബോധപൂർവം ചെയ്യുന്നതായി കണക്കാക്കുമെന്ന് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ MG രാജമാണിക്യം സർക്കുലറിൽ വ്യക്തമാക്കി. സേവനം നൽകുന്നതിന് നിയമപരമായ തടസ്സമുണ്ടെങ്കിൽ അപേക്ഷകനെ രേഖാമൂലം അറിയിക്കണം. അപേക്ഷ പരിശോധിച്ച് പിഴവുകളുണ്ടെങ്കിൽ ബോധ്യപ്പെടുത്തണം. ഇതിനായി ചെക്ക് ലിസ്റ്റ് കരുതണം. ഇതൊന്നും പാലിക്കാതെ അപേക്ഷകരെ പല തവണ ഓഫീസിൽ കയറ്റിയിറക്കി ബുദ്ധിമുട്ടിക്കരുത്. നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാതെ നോട്ടീസോ അറിയിപ്പോ നൽകിയാലും നടപടിയെടുക്കും. ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തുന്നതായി ശ്രദ്ധയിൽപ്പെടുകയോ പരാതി കിട്ടിയാലോ അന്വേഷണം നടത്തി പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിലെ ചീഫ് വിജിലൻസ് ഓഫീസർക്ക് റിപ്പോർട്ട് നൽകാൻ ജില്ലകളിലെ ഇന്റേണൽ വിജിലൻസ് ഓഫീസർമാരെ ചുമതലപ്പെടുത്തി. അഴിമതിക്ക് വേണ്ടിയോ കെടുകാര്യസ്ഥത കാരണമോ പൊതുജനങ്ങളെ അനാവശ്യമായി നടത്തിച്ചാൽ ഒരു മുന്നറിയിപ്പുമില്ലാത്ത നടപടിയായിരിക്കും തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരെ കാത്തിരിക്കുന്നതെന്ന് ചുരുക്കം. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. രാജേഷ് രാജൻ ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു. ഇത്രയും കാലം അന്വേഷിച്ചിട്ട് ആരെയൊക്കെ ശിക്ഷിച്ചു എന്നുകൂടി നിങ്ങൾ വാർത്ത കൊടുക്കണം. തീർച്ചയായിട്ടും രാജേഷ് രാജൻ, ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും പക്ഷം പിടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പക്ഷപാതരഹിതമായൊരു വാർത്താവതരണത്തിനാണ് ഞങ്ങൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് എന്ന് താങ്കൾ മനസ്സിലാക്കുക. ഓരോ ഫയലും ഓരോ ജീവിതമാണ്. ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാചകമാണിത്. ഭരണവും ഭരണ നിർവഹണവും ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന ബോധ്യം ഓരോ ഉദ്യോഗസ്ഥനും ഉണ്ടായാലേ സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുകയുള്ളൂ. എങ്ങനെയൊക്കെ ജനങ്ങളെ സഹായിക്കാം എന്നതായിരിക്കണം ഫയൽ നോക്കുമ്പോഴുള്ള ഓരോ ഉദ്യോഗസ്ഥൻ്റെയും അടിസ്ഥാനപരമായ സമീപനം. കേൾക്കാം ഇക്കാര്യത്തിൽ നമ്മുടെ ജനങ്ങൾക്ക് ഈ ഉദ്യോഗസ്ഥന്മാരോടും മറ്റുള്ള നാട്ടുകാരോടും പറയാനുള്ളത്. എത്രയല്ലോ പല പല ഓർഡറുകൾ വരുന്നത്, എന്നിട്ട് അതൊന്നും റെഡിയാകുന്നില്ല. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ അതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ സംഘടന ഇടപെടും, അത് രാഷ്ട്രീയമായിട്ട് അത് മാറും. അതുകൊണ്ട് അത് ജനങ്ങൾക്ക് എല്ലാ കാലത്തും ബുദ്ധിമുട്ടായി. ഒരു ഉത്തരവുപരമായുള്ള മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. മാറ്റം വരും. ഇപ്പോൾ തന്നെ പല ഓഫീസുകളിലും സർക്കാർ ഓഫീസുകളിലും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുകയില്ലേ, അതുപോലെ ഇത് മാറാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നടക്കും. ജനങ്ങളുടെ കാര്യം നടക്കണ്ടേ. മാറിയ ഭയങ്കര സന്തോഷമായി. ഞാൻ മാത്രമല്ല, ഒരുപാട് പേര്, ഈ ജനങ്ങളെല്ലാവരും. ചിലവർ ഈ പറഞ്ഞ മാതിരി അവർക്ക് ഈ പറഞ്ഞ മാതിരി പണ്ടത്തെ പോലെ കാശുകളൊന്നും കിട്ടാത്തത് കൊണ്ട് അവരെന്നറിയാം, അവർ നമ്മളെ ഇട്ട് കുറച്ച് അങ്ങോട്ടൊക്കെ നടത്തിപ്പിക്കും. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, അതിപ്പോഴും അത് നടക്കുന്നുണ്ട്. കളക്ടറെ കാണാത്ത എത്രയോ പാവപ്പെട്ട ആൾക്കാരെ കാര്യങ്ങൾ, എത്രയോ കോടി ജനത്തിൻ്റെ വല്ലതും നടക്കണം. അവിടെ ഒരു കാര്യം ഉത്തരവിട്ടുകൊണ്ട് പ്രതിസന്ധി പരിഹരിക്കുമെന്ന് തോന്നില്ല. പ്രോപ്പറായ ഈ ഗവൺമെൻറ് വന്നാൽ ജനങ്ങൾക്കത് ഉപകാരമാവും. പക്ഷേ നമ്മളെ ഗവൺമെൻറ്റാണ്, ഗവൺമെൻറ് എംപ്ലോയീസാണ്, എല്ലാവരും അവരുടെ സൈഡ് സേഫ് ആക്കാനേ നോക്കുള്ളൂ.